പ്രിയപ്പെട്ടവർ, ദ ട്രൂത്ത് ചാനലിൻ്റെ ജാഗ്രത സംരക്ഷണ പരിപാടിയിൽ വി ദ പീപ്പിൾ ഓഫ് ഇന്ത്യ, വി ദ പീപ്പിൾ ഓഫ് ഇൻക്രെഡിബിൾ ഇന്ത്യ, അവിശ്വസനീയമായ ഇന്ത്യയിലെ ജനങ്ങൾ, അത് നമ്മുടെ അവകാശങ്ങളും നമ്മുടെ കടമകളും ഒക്കെ ബന്ധപ്പെടുന്ന കാര്യങ്ങളും വിഷയങ്ങളാണ് നമ്മൾ സംസാരിച്ചുകൊണ്ട് വരുന്നത്. വളരെ സ്തോമജനകമായ ഒരു വാർത്ത നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടാവും. നമ്മുടെ രാജ്യത്തെ എയർപോർട്ടുകളിൽ സുരക്ഷാ സംവിധാനം, കാർഗോ ഹാൻഡ്ലിംഗ്, പാസഞ്ചർ ഹാൻഡ്ലിംഗ്, അപ്പോൾ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നിർവഹിക്കുന്ന ഒരു കമ്പനി, സെൽസി എന്നൊരു കമ്പനി. ആ കമ്പനി വളരെ കാലമായിട്ട് 10-17 വർഷമായിട്ട് ഈ രാജ്യത്തെ വിവിധ എയർപോർട്ടുകളിൽ, പ്രധാനപ്പെട്ട എയർപോർട്ടുകളടക്കം, വലിയ സുരക്ഷാ സംവിധാനങ്ങൾ ആവശ്യമുള്ള എയർപോർട്ടുകളടക്കം, അവിടുത്തെ കാർഗോ ഹാൻഡ്ലിങ്ങും സുരക്ഷാ സംവിധാനങ്ങളൊക്കെ നിയന്ത്രിക്കാനായിട്ട് ഒരു ഏജൻസി, സെലൻസി എന്ന് മറ്റവരുടെ പേര്, അവർ തുർക്കി എന്ന രാജ്യത്തിലെ ഒരു കമ്പനിയാണത്രേ. അപ്പോൾ അത് ഈ രാജ്യത്ത് ധാരാളം ചെറുപ്പക്കാരുണ്ട്, സാങ്കേതിക യോഗ്യത നേടിയവർ, ബിടെക്കുകാർ, പോളിടെക്നിക്ക് പഠിച്ചവർ, ITI എന്ന് വേണ്ട ഏത് രംഗത്തും ആവശ്യമുള്ള തൊഴിൽ അഭ്യാസം നടത്തിയവർ, അതിൽ നൈപുണ്യം നേടിയവരുണ്ട്. അല്ലെങ്കിൽ അവരെ ഒന്ന് പരിശീലിപ്പിച്ചെടുത്താൽ മതി. അപ്പം അങ്ങനെ ധാരാളം ആൾക്കാർ ഈ രാജ്യത്ത് തൊഴിലില്ലാതെയും തൊഴിൽ അന്വേഷിച്ച് നടക്കുമ്പോൾ ഒരു വിദേശ രാജ്യത്തെ ഒരു കമ്പനിയെ പരമപ്രധാനമായ സുരക്ഷാ സംവിധാനങ്ങൾ നോക്കേണ്ട എയർപോർട്ട് അല്ലേ സുരക്ഷാ സംവിധാനത്തിന് ചുമതല ഏൽപ്പിക്കുന്നു എന്ന് പറഞ്ഞാൽ അവിശ്വസനീയമാണ്. അതാണ് ഞാൻ പറഞ്ഞത്, ഇൻക്രെഡിബിൾ, അവിശ്വസനീയമായാണ് നമ്മുടെ പല കാര്യങ്ങളും നടക്കുക. ഇതെങ്ങനെ നമുക്ക് സാധിക്കുന്നു? അപ്പോൾ ഈ നാട്ടിലെ ജനങ്ങളുടെ ചെറുപ്പക്കാരെ ഒന്നും കാണാതെ അവരെ ഒഴിവാക്കിക്കൊണ്ട്, അല്ലെ എയർ ഇന്ത്യക്ക് തന്നെ അങ്ങനെ ഒരു ഹാൻഡ്ലിങ് ഒരു ഡിപ്പാർട്ട്മെൻ്റ് ഉണ്ട്, ഒരു സംവിധാനമുണ്ട് അവിടെ. അവരെ ഒഴിവാക്കിയിട്ട് ഒരു വിദേശ കമ്പനിയെ ആ ചുമതല ഏൽപ്പിക്കുക. 2008 ആണ് ഈ സെൽസി എന്ന് പറയുന്ന കമ്പനി ഈ ചുമതല ഏറ്റെടുത്ത് അവർക്ക് ഈ കോൺട്രാക്റ്റ് കിട്ടിയതെന്ന് നമ്മൾ പല മാധ്യമങ്ങളും മനസ്സിലാക്കുന്നുണ്ട്. അപ്പോൾ ഇതിനകത്തൊരു എന്തെങ്കിലും ഒരു വെറുതെ അവർ നിർദോഷമായിട്ട് വന്ന് കോൺട്രാക്റ്റ് നേടിയതാണ്, അല്ലെങ്കിൽ പലരോടൊപ്പം മത്സരിച്ച് വന്നതാണ് എന്ന് നമുക്കങ്ങ് വിശ്വസിക്കാനുള്ള പ്രയാസമുണ്ട്. കാരണം അവർ കുറഞ്ഞ തുക കോട്ട് ചെയ്തു എന്നുള്ള ഒറ്റ കാരണത്താൽ അവർ കൊടുക്കുന്നത് നമുക്ക് വിശ്വസിക്കാൻ കഴിയില്ല. കാരണം വളരെ തന്ത്രപ്രധാനമായ നമ്മുടെ രാജ്യ സുരക്ഷയെ ബാധിക്കുന്ന പ്രശ്നങ്ങളുള്ള എയർപോർട്ടുകളിൽ അവിടെ എത്രയോ കാര്യങ്ങളടക്കം നമ്മുടെ ആയുധങ്ങൾ കൊണ്ടുവരും, സ്വർണ്ണം കള്ളക്കടത്ത് നടക്കും, മയക്കുമരുന്ന് കൊണ്ടുവരാം, മറ്റ് രാജ്യദ്രോഹപരമായ ദേശദ്രോഹപരമായ പല പ്രവൃത്തികളും നടക്കാൻ സാധ്യതയുള്ള ഈ സ്ഥലത്ത് അവിടുത്തെ മർമ്മപ്രധാനമായ സുരക്ഷാ സംവിധാനങ്ങളിൽ ഒരു വിദേശ കമ്പനിയെ ചുമതലപ്പെടുത്തുക എന്ന് പറയുന്നത് അതിനകത്ത് എന്തൊക്കെയോ ഒളിഞ്ഞു കിടപ്പുണ്ട്. അപ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ടത്, ഇതിൽ നമ്മുടെ രാജ്യത്തെ ഒരു പ്രധാന രാഷ്ട്രീയ പാർട്ടിയുടെ മരുമകനായ റോബർട്ട് വാദ്ര എന്ന് പറയുന്ന അദ്ദേഹം ഈ കമ്പനിയുടെ ഈ സുരക്ഷാ ചുമതലകൾ, അല്ലെങ്കിൽ കാർഗോ ഹാൻഡ്ലിങ്, ഫ്രൈറ്റ് ഹാൻഡ്ലിങ്, ഇങ്ങനെയുള്ള കാര്യങ്ങൾ ചെയ്തു വരികയും അദ്ദേഹം അവിടെ നിന്ന് പതുക്കെ അങ്ങ് സ്കിപ്പ് ചെയ്യുക. മാറി കഴിയുമ്പോഴത്തേക്ക് അവിടെ ഒരു സ്വാഭാവികമായിട്ടും ഒരു ഗ്യാപ്പ് വരുന്നു. ആ ഗ്യാപ്പിലേക്ക് ഈ സെൽസി എന്ന് പറയുന്ന കമ്പനി കടന്നു വരുന്നു. അവരവിടെ നിർബാധം പ്രവർത്തിക്കുന്നു. അപ്പോൾ അവിടുത്തെ ജീവനക്കാർ രണ്ടാം തരക്കാരാകുകയും ഈ വിദേശ കമ്പനിയിലെ ജീവനക്കാരവിടെ പ്രധാന കക്ഷികളാകുകയും ചെയ്യുന്ന ഒരവസ്ഥ ഉണ്ടാകുക. അപ്പോൾ ഈ കാലയളവിൽ എന്തുമാത്രം ട്രാൻസാക്ഷൻ, അതായത് യാത്രക്കാരുടെ പോക്കും വരവും കാർഗോ ഇവിടെ നീക്കവും, അപ്പോൾ അതൊരു കണക്ക് അവർ പറഞ്ഞു കേട്ടത് ഏതാണ്ട് 5 ലക്ഷത്തോളം യാത്രക്കാർ ഇവിടെ കടന്നു പോകുന്നുണ്ട്. 58 ലക്ഷം കാർഗോ സാധനങ്ങൾ അല്ലെങ്കിൽ ഇതുപോലുള്ള സാധനങ്ങൾ ഈ വഴി കടത്തിവിടുന്നു. അപ്പോൾ ഇത് നമുക്ക് വിശ്വസിക്കാൻ പറ്റാത്ത ഒരു കാര്യമാണ്. നമ്മുടെ സർക്കാരുണ്ട്, നമുക്ക് ഇൻ്റലിജൻസ് സംവിധാനമുണ്ട്, നമ്മുടെ വിജിലൻസ് ഉണ്ട്, നമുക്ക് കസ്റ്റംസ് ഉണ്ട്, എക്സൈസ് ഉണ്ട്, പോലീസുണ്ട്, മറ്റ് എൻഫോഴ്സ്മെൻറ്റ് ഡയറക്ടറേറ്റ്, വിജിലൻസ്, അല്ലെങ്കിൽ എന്താ പറയുക നമ്മുടെ സെൻട്രൽ ബ്യൂറോ ഓഫ് ഇൻവെസ്റ്റിഗേഷൻ, ഇവരുടെ ആരുടെ ശ്രദ്ധയിൽപ്പെട്ടിട്ടില്ല എന്ന് പറഞ്ഞാൽ അത് വളരെ വിചിത്രമാണ്. കാരണം ഈ കാലയളവിൽ 17 വർഷം കൊണ്ട് കൈമാറിയിട്ടുള്ള കണ്ണടപ്പ് കൂലി, കഴിഞ്ഞ ദിവസം നമ്മൾ സംസാരിക്കേണ്ടായ കണ്ണടപ്പ് കൂലിയെക്കുറിച്ച്, അതായത് നമ്മൾ ചെയ്യേണ്ട ഒരു ഉത്തരവാദിത്വം നമ്മൾ നിർവഹിക്കാതെ അതിൽ കണ്ണടച്ചിരിക്കുക, അവരത് എന്തെങ്കിലും ചെയ്തുകൊണ്ട് പോവുക. അപ്പം അങ്ങനെ കണ്ണടയ്ക്കുന്നതിനുള്ള കൂലി രാഷ്ട്രീയ നേതാക്കന്മാർ മുതൽ മന്ത്രിമാർ മുതൽ പാർലമെൻറ്റ് അംഗങ്ങൾ മുതൽ ഈ ഉദ്യോഗസ്ഥന്മാരിൽ പലരും വാങ്ങിച്ചിട്ടുള്ളത് കൊണ്ടാണ് ആരും ഇവിടെ ശ്രദ്ധയിൽ ഇവർ പെടാതെ പോയത് എന്ന് വേണം നമുക്ക് വിശ്വസിക്കാനായിട്ട്. കോൺഗ്രസ് ഗവൺമെൻറ് കാലത്ത് ആണ് ഇവരെ ഈ പറയുന്ന സെൽസി എന്ന് പറയുന്ന ആ ഗ്രൂപ്പിനെ ഈ ചുമതല ഏൽപ്പിക്കുന്നത്. വളരെ കുറഞ്ഞ തുകയ്ക്കാണ്. പെട്ടെന്ന് നമുക്ക് നോക്കുമ്പോൾ 100 രൂപ കൊടുക്കേണ്ടിടത്ത് 50 രൂപയ്ക്ക് ചെയ്യാൻ ഒരു കൂട്ടർ തയ്യാറായി വന്നു കഴിഞ്ഞാൽ നമ്മൾ പെട്ടെന്ന് 50 രൂപ ആൾക്കാരെ ഫിക്സ് ചെയ്യും. പക്ഷെ അപ്പോൾ നമുക്ക് ചിന്തിക്കേണ്ടത്, സാമാന്യ ബുദ്ധിയുള്ള ഒരാൾ ചിന്തിക്കേണ്ടത്, 100 രൂപ ചെയ്യേണ്ട ജോലി ഒരു 80 രൂപയ്ക്ക് ചെയ്യാനുള്ള തയ്യാറായ, അല്ലെങ്കിൽ 90 രൂപയ്ക്ക് ചെയ്യാൻ തയ്യാറായി കഴിഞ്ഞാൽ അതിനകത്തൊരു അർത്ഥമുണ്ട്. 50 രൂപയ്ക്കോ അതിൽ താഴെയോ ഒരാൾ കോട്ട് ചെയ്യുക എന്ന് പറഞ്ഞാൽ അവർക്ക് മറ്റെന്തോ ഗൂഢലക്ഷ്യങ്ങളുണ്ടെന്ന് മനസ്സിലാക്കാനായിട്ട് കഴിയാത്തവരാണ്
ഈ നമ്മുടെ ഭരണാധികാരികളും നമ്മുടെ ഡിപ്പാർട്ട്മെൻറ്റുകളും എന്ന് നമുക്ക് വിശ്വസിക്കാൻ പറ്റില്ല. അപ്പം നമ്മുടെ രാജ്യത്തെ വഞ്ചിക്കുകയായിരുന്നു. അതിനുശേഷം വന്ന സർക്കാർ മാറി, പല സർക്കാരുകൾ മാറി, സംസ്ഥാന സർക്കാർ മാറി, കേന്ദ്രത്തിൽ സർക്കാർ മാറി. എത്രയോ വർഷങ്ങൾക്ക് ശേഷം വളരെ ഗുരുതരമായ ഒരു വീഴ്ച കണ്ടുപിടിച്ചത് പഹൽഗാമിൽ ഒരു കൂട്ടക്കൊല നടന്നു. നിങ്ങളെല്ലാവരും വായിച്ച് അതിനെക്കുറിച്ച് മനസ്സിലാക്കിയിട്ടുണ്ട്. അപ്പോൾ ആ കൂട്ടക്കൊല നടന്നതും ഇതൊക്കെയായിട്ട് ബന്ധപ്പെട്ട് കിടക്കുകയാണെന്നാണ് എനിക്ക് പറയാനുള്ളത്. കാരണം ഈ കാലയളവിൽ ഉണ്ടായ സംഭവങ്ങൾ ഓരോന്നും ഇതിനെ നമ്മൾ ലിങ്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇത് വലിയൊരു ഗൂഢാലോചനയുടെയും വലിയൊരു പദ്ധതിയുടെയും ഭാഗമാണെന്ന് നമുക്ക് കാണാൻ കഴിയും. പക്ഷേ രാജ്യത്തിൻ്റെ സുരക്ഷയെക്കാളേറെ കുറച്ച് പണം ഉണ്ടാക്കുക, ആ പണം വിദേശത്ത് കൊണ്ടുപോയി സുരക്ഷിതമായിട്ട് നിക്ഷേപിക്കുക. അപ്പോൾ എന്തെങ്കിലും ഈ രാജ്യത്ത് പ്രതിസന്ധി ഉണ്ടായിക്കഴിഞ്ഞാൽ നൈസായിട്ട് വിദേശത്തേക്ക് കടന്ന് അവിടെ നിക്ഷേപിക്കപ്പെട്ടുള്ള പണം ഉപയോഗിച്ച് സന്തോഷകരമായിട്ട് സുഖകരമായിട്ട് ജീവിക്കാം എന്ന് കരുതുന്ന ധാരാളം പേര്, ധാരാളം വലിയ ഉദ്യോഗസ്ഥന്മാരും രാഷ്ട്രീയ നേതാക്കളും ഒക്കെ നമ്മുടെ രാജ്യത്തുണ്ട് എന്നാണ് ഇതുകൊണ്ട് മനസ്സിലാക്കേണ്ടത്. ഈ കാലയളവിൽ നിങ്ങൾക്കറിയാം, പല കേന്ദ്രമന്ത്രിമാരൊക്കെ ആരോപണ വിധേയമായിട്ടുണ്ട്. അവരെയൊക്കെ ചില അന്വേഷണത്തിന് വിധേയമായിട്ടുണ്ടെങ്കിലും വളരെ ചുരുക്കം പേരെ, വളരെ അപൂർവം ആൾക്കാരെ മാത്രമേ നേരിയ തോതിലുള്ള ശിക്ഷാ നടപടികൾക്ക് വിധേയമാക്കിയിട്ടുള്ളൂ. ഇത് സംബന്ധിച്ച് വരുമ്പോഴത്തേക്ക് നിങ്ങളുടെയൊക്കെ പലരെയും ഓർമ്മയിലുണ്ടാകാൻ വഴിയില്ലാത്ത, എന്നെപ്പോലെ എൻ്റെ പ്രായത്തിലൊക്കെയുള്ള ആൾക്കാർ ഓർക്കുന്നൊരു സംഭവം ഉണ്ടാകും. ബീഹാറിലെ സമസ്തിപൂർ എന്ന റെയിൽവേ സ്റ്റേഷൻ, വലിയൊരു റെയിൽവേ സ്റ്റേഷനാണ്, സമസ്തിപൂർ ജംഗ്ഷനാണെന്നാണ് മനസ്സിലാക്കിയിട്ടുള്ളത്. ആ റെയിൽവേ സ്റ്റേഷനിൽ ആ പരിസരത്ത് പാറ്റ്ന അർബൻ കോപ്പറേറ്റീവ് ബാങ്കുണ്ട്. നമ്മുടെ ഒരു കേന്ദ്രമന്ത്രി ഈ ബാങ്കിൽ നിന്ന് ഒരു വലിയ തുക ലോൺ എടുത്തു. ആ കാലത്തെ തുക പറഞ്ഞാൽ ഇപ്പോഴത്തെ 200, 300, 500 കോടിയൊക്കെ അത്ര വലിയ തുകയാണ്. ആ തുക എടുത്തിട്ട് ഇദ്ദേഹം MP ആയിരുന്ന കാലത്തോട്ടാണ് എടുത്ത്, അല്ലെങ്കിൽ സാധാരണ പൊതുപ്രവർത്തകനായി നടന്ന കാലത്ത് എടുത്തു. അതിന് തിരിച്ചടവിൽ വീഴ്ച വരുത്തി. അവൻ നോട്ടീസ് അയച്ചു, ആൾ തിരിഞ്ഞു നോക്കുന്നില്ല. അപ്പോൾ ഇവർ രേഖകൾ പരിശോധിച്ച് ഈ രേഖ എടുത്തു, ഡോക്യുമെൻ്റൊക്കെ എടുത്തു വന്നപ്പോൾ അന്വേഷിച്ച് റവന്യൂ ഓഫീസിൽ ചെന്ന് അന്വേഷിച്ച് കഴിയുമ്പോൾ മനസ്സിലാക്കുന്നത് സമസ്തിപൂർ റെയിൽവേ സ്റ്റേഷനും അതിൻ്റെ പ്ലാറ്റ്ഫോം ഒക്കെ അടങ്ങിയ ആ പ്രദേശമാണ്. ആ പ്രദേശത്തിൻ്റെ ഡോക്യുമെൻ്റാണ് ഈ വ്യക്തി ബാങ്കിൽ കൊണ്ടുപോയി ഈട് വെച്ച് പണം എടുത്തിരിക്കുന്നത്. അപ്പോൾ സ്വാതന്ത്ര്യം പ്രാപിച്ച് ഈ 75 വർഷത്തിന് ഉള്ളിൽ എത്തുമാത്രം അഴിമതി നമ്മുടെ രാജ്യത്ത് നടന്നിട്ടുണ്ട്. അപ്പോൾ ഇതിനെ നമുക്ക് നിരോധിക്കാൻ നമ്മുടെ സംവിധാനം വളരെ ദുർബലമാണ്. അഥവാ നമ്മളെ ആ സംവിധാനങ്ങളെല്ലാം ദുർബലപ്പെടുത്തുകയാണ്. അപ്പം അങ്ങനെ നമ്മളെ സംരക്ഷിക്കാനായിട്ട് ബാധ്യസ്ഥരായ ഭരണാധികാരികൾ തന്നെ നമ്മളെ വഞ്ചിക്കുകയും അഴിമതി കാണിക്കുകയും അവർക്ക് അഴിമതി പണം ഉപയോഗിച്ച് വലിയ വിദഗ്ധരായ നിയമജ്ഞരെ വെച്ച്, അല്ലെങ്കിൽ സാങ്കേതിക പ്രശ്നങ്ങൾ ചൂണ്ടിക്കാണിച്ച്, അല്ലെങ്കിൽ ഉദ്യോഗസ്ഥന്മാരുടെ സഹായത്തോടെ, അല്ലെങ്കിൽ കോടതി ഉദ്യോഗസ്ഥന്മാരുടെ സഹായത്തോടെ, അല്ലെങ്കിൽ കോടതിയെ തന്നെയും സ്വാധീനിച്ച് രക്ഷപ്പെട്ടിട്ട് നമ്മുടെ സമൂഹത്തിൽ മാന്യന്മാരായിട്ട് നടക്കുകയാണ്. ഇത് വലിയ ഒരു അപകടം. നമ്മുടെ ആ ഒരു വിശ്വാസം ജനങ്ങൾക്ക് നേതാക്കന്മാരിലും സംവിധാനത്തിലുള്ള വിശ്വാസം നഷ്ടപ്പെടുക എന്ന് പറയുന്നത് അപകടകരമായൊരു സ്ഥിതിവിശേഷത്തിലേക്ക് പോകും. എനിക്കറിയാം, സിലോണിൽ സംഭവിച്ചത്, പാകിസ്ഥാനിൽ, ഗ്രീസിൽ ഒക്കെ ജനങ്ങൾക്ക് വിശ്വാസം നഷ്ടപ്പെട്ട് കഴിഞ്ഞപ്പോൾ അവരിവനെ എന്ത് ചെയ്യും നമുക്ക് അറിയാനൊക്കെയില്ല. അപ്പം അങ്ങനെയുള്ള സ്ഥിതിയിലേക്ക് രാജ്യത്തെ തള്ളിവിടാതിരിക്കുക എന്നുള്ളത് വലിയ പ്രധാനപ്പെട്ട കാര്യമാണ്. നമ്മൾ ഓരോരുത്തരും അതേക്കുറിച്ച് ആലോചിക്കേണ്ടതുണ്ട്. ഈ വിഷയത്തെപ്പറ്റി കൂടുതൽ കാര്യങ്ങൾ അടുത്ത എപ്പിസോഡിൽ സംസാരിക്കാമെന്ന് വിചാരിക്കുന്നു. അതുവരെ ഏവർക്കും നന്ദി, നമസ്കാരം.